ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി, അപ്പൊ സംസാരിക്കാൻ നമുക്ക് ക്ലാസ്സിനിടയിൽ സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡകോശം അഥവാ ഓവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. ഒരുപാട് പേര് ന്യൂറോൺ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ഏറ്റവും വലിയ കോശമല്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. അതായത് മനുഷ്യന്റെ ആയുസ് നമുക്കറിയാം ആവറേജ് 60ആണ്. നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചിട്ട് 60 തന്നെ നമ്മൾ കടന്നു പോകുമെന്നുള്ള കാര്യം സംശയം അല്ലെ. അപ്പോ ന്യൂറോണിനെ സംബന്ധിച്ചിടത്തോളം 100 മുതൽ 120 വർഷം വരെ ഈ സാധനത്തിന് ആയുസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡകോശം അഥവാ ഓവമാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ കോശമായിട്ടും ഏതിനെ പറയുന്നുണ്ട്? നാഡീകോശത്തെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത്. പൊട്ടാത്തതിനെ പറഞ്ഞു പറഞ്ഞ് പൊട്ടിപ്പിക്കേണ്ട ആരതി. തസ്ലീമ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യും. രമ്യ ആൻസർ പോൾ ചെയ്യുക, കമന്റ് ചെയ്യരുത്. ഹായ് ഷീബ. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ, സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ് സസ്യകോശം കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? MJ Schleiden. ഓക്കെ, MJ Schleiden. നാലാമത്തെ ചോദ്യം. ഹായ് നിത്യ. രമ്യ, ഞാൻ ഒരു തവണ പറഞ്ഞില്ലേ കമന്റ് ചെയ്യല്ലേ, ആൻസർ പോൾ യൂസ് ചെയ്യേ. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തിയോഡർ ഷ്വാൻ ആണ് കേട്ടോ. ജന്തുകോശം കണ്ടെത്തിയിട്ടുള്ളത് തിയോഡർ ഷ്വാൻ. ദെൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ വരേണ്ട താമസം. എല്ലാം ശരിയാണ് എന്നൊറ്റ കുത്ത, എന്നിട്ടൊക്കെ തെറ്റിക്കും ചെയ്യും. ഹായ് അശ്വതി. ഹായ് അഞ്ജന. ഹായ് ഷാമില. 2-3 പേര് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. ശക്തമായ നടപടി നേരിടേണ്ടി വരും കേട്ടോ പോൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ആരാണ് കൂയി സാർ എന്നൊക്കെ പറയുന്നത്? ഓക്കെ, അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ശരിയാണ്. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരിയാണ്. ഓക്കെ, ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. തെറ്റാണ്. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരിയാണ്. സോ 1, 2, 4 എന്നീ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? എന്നാൽ അത് വല്ലാത്തൊരു വിളിയായിപ്പോയി. എന്താണ് പേര്? സജ്. പേര് കണ്ടില്ല. സജ. ഹായ് ആഷിത. ഹായ് നീതു. ഹായ് ദൃഷ്. ഏതാണ് കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഏതാണ്? നമുക്കറിയാം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശത്തിന്റെ പവർ ഹൗസ് ആണ് അല്ലെ. കോശത്തിന്റെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. അപ്പൊ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന കോശശ്വസനത്തിന്റെ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ക്രെബ്സ് പരിവൃത്തിയാണ്. ഓക്കെ, ക്രെബ്സ് പരിവൃത്തി.
എല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 50-ൽ 50 മാർക്കും വാങ്ങുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണല്ലോ പൊതുവെ ഒരു വെപ്പ് അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, ഞാൻ ഇട്ടാലാണ് നിങ്ങളുടെ മാർക്കൊക്കെ പോകുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഹായ് നൈനിക, ഹായ് വരേഷ്. ഏതാണ്? ലൈസോസോം ആണ് കേട്ടോ. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ലൈസോസോം. 9ാമത്തെ ചോദ്യം. ഇവിടെ മഴയൊന്നുമില്ല. ആരതി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഹായ് പ്രിൻസി, വേദശ്രീ, മിഥുൻ. ഏതാണ്? മൈക്കോപ്ലാസ്മയാണ് കേട്ടോ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. 10. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കല ഏതാണ്? സുഖം പ്രിൻസി. ഹായ് വിഷ്ണു, ഹായ് സുബിത്, അനീഷ, ഹായ് ബിബിൻ, മിതുല്യ. ഏതാണ്? മെരിസ്റ്റം. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കല ഏതാണ്? മെരിസ്റ്റം ആണ്. മെരിസ്റ്റം. 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹായ് റജി. കാണാം റോബിൻ, ഞാൻ പിന്നെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. ഹായ് ജിഷ്ണു, ഹായ് മിഥുന, റൈഹാനത്ത്. അപ്പൊ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡിയാണ് പോളിയോയും അതുപോലെ തന്നെ പാർക്കിൻസൺസുമാണ്. 12. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം? ഏതാണ് ആ രോഗം? അൽഷിമേഴ്സ്. ഏതാണ്? അൽഷിമേഴ്സ് ആണ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? അൽഷിമേഴ്സ്. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ് അല്ല, ടൈഫോയിഡ്. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ്. ഒരുപാട് പേര് ട്രാക്കോമ പറഞ്ഞു. ട്രാക്കോമ പറയുന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ട്രാക്കോമ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. ഒരിക്കലും നാഡീ വ്യവസ്ഥ എന്നൊന്നും പറയരുത് കേട്ടോ. എന്തിനെ ബാധിക്കുന്നതാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രാക്കോമ. ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈഫോയിഡ് എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ടൈഫോയിഡ് എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ടൈഫോയിഡ്. ഐഗിൽ ക്രിസ്റ്റ്. ഏതാണ്? ചെറുകുടലിനെ ബാധിക്കുന്ന ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഏതാണ്? ടൈഫോയിഡ്. അതുപോലെ തന്നെ ഡിഫ്തീരിയ എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? തൊണ്ട. നമ്മളെ തൊണ്ടമുള്ള് എന്ന് പറയുന്ന സാധനമാണ്. ഇനി നമുക്ക് പണി കിട്ടാൻ പോകുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ടെറ്റനസ് എന്നൊക്കെ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോ ഓപ്ഷനിൽ വേറൊരാളെ കാണും. ടെറ്റനി കേട്ടിട്ടുണ്ടോ? ടെറ്റനി എന്ന് പറയുന്ന അസുഖം കേട്ടിട്ടുണ്ടോ? നമ്മൾ ടെറ്റനസ് ഒക്കെ പഠിച്ചു പോകുമ്പോൾ ഓപ്ഷൻ എ ടെറ്റനി എടുക്കും. എന്നാ പിന്നെ അത് തന്നെയാണ് ഇത്.
ടെറ്റനി ഏതിനെ ബാധിക്കുന്നതാണ്? പേശി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. ഏതാണ്? ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ, വെരി നൈസ്. നിങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. നാഡീവ്യവസ്ഥയില് ഭൗതിക ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നിയോ കോർട്ടക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആക്ച്വലി ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ആ ന്യൂട്രോൺ വിദ്യ ഒരാളാരാ? ന്യൂട്രോൺ അല്ലടാ, പ്രോട്ടോൺ. ഇങ്ങോട്ട് വാ. ഒന്നോ രണ്ടോ ആൾക്കാരെ ന്യൂട്രോൺ പോയി കുത്തിയിട്ടുള്ളൂ. ആരാണ്? ന്യൂറോൺ ആണ് കേട്ടോ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്, ശരിയാണ്. ഒരു ശ്വാസകോശ രോഗമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഇത് എന്താണ്? ബ്രെയിനിനെ ബാധിക്കുന്ന രോഗമാണ്. നാഡീകോശങ്ങളുടെ തകരാറും മരണവും നാഡീകോശങ്ങളുടെ തകരാറ് മൂലം എന്നാണ് കേട്ടോ, മരണമല്ല. ഓക്കെ, മൂലമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഏതാണ്? അപ്പൊ ഓൺലി 1 and 3 ആണ്. ഓക്കെ, പോള് കഴിയുന്നതിന്റെ മുന്നേ ഞാൻ പറഞ്ഞു, സാരില്ല പോട്ടെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് തരുന്നു. ഇവിടെ ആൻസറോട് എഴുതിയിട്ടിട്ട് തെറ്റിക്കുന്നവരുണ്ട് അല്ലേ അനന്തു? ഏതാണ്? മെനിഞ്ചസ് ആണ് കേട്ടോ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം, മസ്തിഷ്കത്തെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു സുബിത്ത്. ഇപ്പം വൈകുന്നേരത്തിന് ശേഷമില്ല. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? 50 ക്വസ്റ്റ്യൻ. ഫസ്ന ആൻസർ പറഞ്ഞു കൊടുക്കല്ല ജിൻസി. ഹായ് വരേഷ്. അപ്പൊ ഏതാണ്? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായി സെറിബ്രത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ആണോ? അല്ല, അത് സെറിബല്ലമാണ് ചെയ്യുന്നത്. ഓക്കെ, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ശരിയാണ്. പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതും ശരിയാണ്. സോ 18 ഏതാണ്? ഓപ്ഷൻ ഡി 2, 3 മാത്രമാണ്. ഓക്കെ, 19. ജിൻസിയും പ്രിൻസിയും ബിൻസിയും എല്ലാവരും ഉണ്ടല്ലേ റോബിൻ?
ശരണ്യ തൃശ്ശൂരാണോ? ജിൻസിയ ആൻസർ കമന്റ് ചെയ്യരുത്, പോൾ യൂസ് ചെയ്യാം. ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? കരളിൽ കൊഴുപ്പടിയുന്നത്, ഓക്കെ, അല്ല. ഹൃദയാഘാതം, അല്ല. മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്, ശരിയാണ്. അൽഷിമേഴ്സ് രോഗം മൂർച്ഛിക്കുന്നത് കൊണ്ട്, അല്ല. സോ ഓപ്ഷൻ ഡി 3 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം, പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് തുടങ്ങിയ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഓക്കെ, 9 മണിയാകുമ്പോൾ ഈ ക്ലാസ് കയറുന്ന പലരുടെയും ഈ ഭാഗം ഓഫ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗം? ഓക്കെ, പ്രധാന ചിന്താഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? മിഡ് തലച്ചോറാണ്. ഓക്കെ, മിഡ് തലച്ചോറ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ചാരനിറത്തോട് കൂടിയ മസ്തിഷ്കത്തിന്റെ ഉപരിതല ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ഗ്രേ മാറ്റർ. ഓക്കെ, ഹൈ സ്വാതി. ഏതാണ് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം ആണ്. ഇവിടെ എന്നും ഇതാണ് അനന്തു പരിപാടി, എന്നും ക്ലാസ് വരിക. കോട്ടയംകാരുണ്ടോ, കൊല്ലംകാരുണ്ടോ, തൃശ്ശൂരുകാരുണ്ടോ? ഹൈരാജി. അപ്പൊ ഏതാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1.3 to 1.4 കിലോഗ്രാം ആണ്. ഓക്കെ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? 1.3 to 1.4 കിലോഗ്രാം. ഇനി ഒരു എക്സാക്ട് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് 1400 ഗ്രാം അഥവാ 1.4 കിലോഗ്രാം ആണ്. ഓക്കെ, സ്ഥിരമായി മസ്തിഷ്ക ക്ഷതം തടയുന്നതിന് കാർഡിയോ പൾമണറി പുനരുത്തേജനം നൽകേണ്ടത്? ഇത് മേ ബി ഇത് ഫയർ വുമൺ പ്രിപ്പയർ ചെയ്തവർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എത്ര സമയത്തിനുള്ളിലാണ് അത്യാഹിതം സംഭവിച്ച്? 3-4 മിനിറ്റിനുള്ളിലാണ് കേട്ടോ, 3 to 4 മിനിറ്റിനുള്ളിൽ. ഓക്കെ, അവർക്കും കിട്ടിയില്ലേ? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? നെക്സ്റ്റ് വീക്ക് ഇടാം സിറാജ്, അല്ലെങ്കിൽ നാളെ മലയാളം PVQ ഇട്ടാലോ? എന്താണ്? ഏതാണ്? സെറിബ്രമാണ് കേട്ടോ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. അനൈച്ഛിക ചലനങ്ങളാണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്.
ഓക്കെ. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അപ്പൊ നാളെ ഏതായാലും നമുക്ക് മലയാളാക്കാം, മലയാളം PYQs ആക്കാം. ടോപ്പിക് വൈസ് ഇട്ട ഭയങ്കര ബോറിംഗ് ആയിരിക്കും സിറാജ്. ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രം പിന്നെ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും. എല്ലാം കൂടെ മിക്സ്ഡ് ആകുമ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ഏതാണ്? സെറിബെല്ലമാണ് കേട്ടോ. ഓക്കെ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഹായ് സൗമ്യ. ഷാമിലക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല, കിട്ടിയാൽ മതി. അപ്പൊ ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതാണ്? തലാമസ് ആണ് കേട്ടോ. ഓക്കെ, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏതാണ്? ഒളിഗോ. ശരീര ഊഷ്മാവ് നിലനിർത്തുവാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, നിങ്ങൾക്കൊക്കെ കുഴപ്പം. ഇപ്പൊ എങ്ങനെയുണ്ട്? മാറിപ്പോയോ? ഓക്കെ, ഞാൻ കമന്റ് പോള് മാറിയിട്ടില്ലല്ലോ, ഞാൻ മാർക്ക് ചെയ്തല്ലേ മാറിയിട്ടുള്ളൂ. പോള് മാറിയിട്ടില്ലല്ലോ, ഇല്ല. ഓക്കെ, സെറിബെല്ല കേട്ടോ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ല. ഓക്കെ, 30. അപ്പൊ ഇത് പോൾ ചെയ്തില്ലേ? ഏതാണ് 30? ഏതാണ്? ശരീര ഊഷ്മാവ് നിലനിർത്തുവാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, ഹൈപ്പോ തലാമസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ്. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഇതിലെല്ലാം ശരിയാന്ന് പറഞ്ഞ ആ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ എനിക്കൊന്ന് കാണണേ. കുറച്ച് ആൾക്കാർ, എത്ര? ഒരു 18% ആൾക്കാർ എല്ലാം ശരിയാന്ന് പറഞ്ഞ്, അവരെനിക്കൊന്ന് കാണണം. അപ്പൊ ഏതാണ്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. ശരിയാണ്. നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. ഇത് വായിച്ച് നോക്കുക പോലും ചെയ്യാതെ ഫോളോ ചെയ്യുന്നവരാണത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരി, 4 തെറ്റ്. ഓക്കെ,
ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണത്? ശ്വേത രക്താണുക്കളാണ് കേട്ടോ, ശ്വേത രക്താണുക്കൾ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? ഏതാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് കേട്ടോ, മോണോസൈറ്റും ന്യൂട്രോഫിലും. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഹൈജിന്റെ ഏതിനെയാണ്? ലിംഫോസൈറ്റിനെയാണ് ഇത് ബാധിക്കുന്നത്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുടലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നത്. ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും വാങ്ങി കഴിക്കണ്ട കേട്ടോ, ഈ അവസ്ഥ വരും. ഏതാണ്? അതിറോസ്ക്ലീറോസിസ് ആണ് കേട്ടോ. ഓക്കെ, അതിറോസ്ക്ലീറോസിസ്. 50 ക്വസ്റ്റ്യൻ. ഹായ് ഷംന. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാൻ പറ്റുമോ? മാസത്തിലൊരിക്കൽ ഇല്ല, 3 മാസത്തിലൊരിക്കൽ. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം, ശരിയാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുത്, ശരിയാണ്. സോ 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഒന്നും കൂടെ വരുന്നുണ്ട്, എന്റെ കൈ തട്ടിപ്പോയതാണ്, ഒന്നും കൂടെ ഇടുന്നുണ്ട്. എന്റെ കൈ തട്ടി തെറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. അപ്പൊ ഞാൻ ആദ്യം ഇട്ടത് അതാണല്ലോ, അപ്പൊ അത് തന്നെയാണ് കറക്റ്റ്. ഒന്നും പറയാനില്ല. 5 മുതൽ 6 ലിറ്റർ വരെയാണ് കേട്ടോ. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? 5 മുതൽ 6 ലിറ്റർ രക്തം കാണും. ഓക്കെ, ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്തത് ഏതാണ്? AB ഗ്രൂപ്പ്. ഓക്കെ, ആരാടാ പ്ലാസ്മയൊക്കെ പിടിച്ചിട്ട് രക്തകോശമാക്കിയത്? ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് ഏതാണ്? പെരികാർഡിയം. ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണം
എന്നാലും ആ 1%. ആരാണ് ലാക്ടോമീറ്റർ ഒക്കെ വെച്ചിട്ട് ഹൃദയമിടിപ്പ് അറിയുന്ന ആളാരാണ്? എനിവേ ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ആരാണ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത്? റെനെ ലെനാക്ക്. ജീവികള് ഹൃദയ അറകളുടെ എണ്ണം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 13. വല്ലാത്ത ജീവിതം തന്നെയാണല്ലേ. പല്ലിയുടേത്? പല്ലിക്ക് എത്രയാണ്? 3 അറകൾ. പക്ഷി 4 അറകൾ. ദെൻ മത്സ്യം 2. ഇങ്ങനെ തെറ്റിപ്പോയല്ല അതിന. കാറ്റുമില്ല, ഇടിയില്ല, മഴയുമില്ല, പക്ഷെ കറണ്ട് പോയിട്ടുണ്ട്. എപ്പ വരാനാണാവും. ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ. മനുഷ്യ ഹൃദയത്തിന്റെ അറകളാണ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. ഏതാണ്? ദ്വിദള വാൽവ്. വലത് സൈഡിലാണെങ്കിൽ ത്രിദള വാൽവ് ആയിരുന്നു. ഓക്കെ. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുക? എന്താണ്? സിസ്റ്റോളിക് ആണ് ഹൃദയ അറകളുടെ സങ്കോചം. ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? ഹൈറ്റിച്ചോ? എത്രയാണ്? 72 ആണ്. ഓക്കെ, ആവറേജ് ആണ്. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന omega-3 ഏറ്റവും ഹായ് വിദ്യ, ഹായ് അനന്തു. ഏതാണ്? മത്തിയാണ് അഥവാ ചാള. ഓക്കെ. കാർഡിയോളജി ഹൃദയം, ഹെമറ്റോളജി അപ്പം PDF നോട്ടൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. 7902603384 നാട്ട നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അപ്പൊ എന്താണ്? കാർഡിയോളജി ഹൃദയമാണ്. അപ്പൊ ഹെമറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? രക്തത്തെ കുറിച്ചുള്ള പഠനമാണ്. ദെൻ
മനുഷ്യ ഹൃദയത്തിലെ ഏതു അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല, എന്നാലും എഴുതി വെച്ചോ. ഐഫോണിൽ കാണുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ തോന്നുന്നുണ്ട്, ആൻഡ്രോയിഡ് പറ്റില്ല. അപ്പൊ ഏതാണ് മനുഷ്യ ഹൃദയത്തിലെ ഏതു അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇടത് വെൻട്രിക്കിളിനാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 50 ചോദ്യങ്ങൾ. ഒന്ന് ഞാൻ ബോൾ മാറിയിട്ടതായിരുന്നു. പൊടിമോള് 45, ശുഭ 45, രചി 45, രസ്ന 44, സുഭാഷ് 44, ആരതി 43, മീനു 43, അതുൽ 43, ദസ്നി 43, സജിത് 43. അപ്പോ ബാക്കിയുള്ളവരുടെ റാങ്ക് എങ്ങനെയാണ്? അതുപോലെ തന്നെ നാളത്തെ ടോപ്പിക്കും മറക്കണ്ട. നാളത്തെ ടോപ്പിക് എന്താ? മറന്നുണ്ടാവും, മലയാളം. ഓക്കെ, മലയാളം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 50-60 PVQ നാളെ ചെയ്തു നോക്കാം. ഓക്കെ, സി യു.